ഹായ് ഹലോ. അപ്പം നമ്മളിന്നൊരു യാത്ര പോവുകയാണ്. യാത്ര മറ്റെവിടേക്കുമല്ല, കഞ്ഞിപ്പാടം. അവിടെ നമ്മുടെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ട്. അപ്പം ചേച്ചിയുടെ മോൻ്റെ ബർത്ത്ഡേ ആണ്. നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷന് പോയതാണ്. നമ്മൾ മാത്രമല്ല, നമ്മുടെ ഫാമിലി ഫുള്ളുണ്ടായിരുന്നു. കസിൻസും ഹസ്ബൻഡ്സും അവരുടെ വൈഫുകളും ഒക്കെ ഫുള്ളുണ്ടായിരുന്നു. ഇതാണ് രേഖ ചേച്ചി. ചേച്ചി ഒരു ടീച്ചറാണ്. പിന്നെ ചേച്ചി ഒരു ഹോം ബേക്കറും കൂടിയാണ് കേട്ടോ. നല്ല ടേസ്റ്റിയുള്ള കേക്കുകളൊക്കെ. മോൻ്റെ ബർത്ത്ഡേക്കൊക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് കേക്ക് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മോൻ്റെ ബർത്ത്ഡേക്ക് നമുക്ക് കട്ട് ചെയ്യാനുള്ള കേക്കാണ്. കേക്ക് കട്ടിങ് വീട്ടിൽ വെച്ചായിരുന്നില്ല, പുറത്തൊരിടത്ത് വെച്ചാണ്. അതിവിടെ വെച്ചാണ് വഴിയെ കാണാം. അപ്പോൾ നമ്മളെല്ലാവരും കൂടി കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. നമ്മളെല്ലാവരും കൂടി കാറിലാണ് പോയത്. 2 കാറിലായിട്ടാണ് എല്ലാവരും പോയത്. ഞങ്ങൾ നേരെ വന്ന ഒരു ഹൗസ് ബോട്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ ആര്യൻ്റെ ബർത്ത്ഡേ ഞങ്ങൾ ഹൗസ് ബോട്ടിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഹൗസ് ബോട്ടിൽ വരുന്നത്. കണ്ണൻചേട്ടനൊക്കെ നേരത്തെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിഷു ഞാനുമൊക്കെ ആദ്യമായിട്ടാണ്. അങ്ങനെ ഞങ്ങൾ ഹൗസ് ബോട്ടിനകമൊക്കെ കയറി കണ്ടു. വിഷുവും ബാക്കി കുട്ടികളും ഒക്കെ ആയിട്ട് ഓടി നടന്ന് കളിപ്പായിരുന്നു. നമ്മൾ നാട്ടിലൊക്കെ വാസ്തുവിൽ നടക്കുന്ന വീട്ടിൽ നമ്മൾ വീടിനകം എല്ലാം കയറി കാണത്തില്ലേ, അതുപോലെ തന്നെ ഞങ്ങൾ ഓടി നടന്ന് ഹൗസ് ബോട്ടിനകം ഓരോ റൂമും ഒക്കെ ഞങ്ങൾ ഓടി നടന്നെന്ന് കണ്ടു. പിന്നെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് സെലിബ്രേറ്റ് ചെയ്തു കേട്ടോ. നല്ല രസമായിരുന്നു. ചിരിയും കളിയും തമാശയൊക്കെ നിറഞ്ഞൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ. പിന്നീട് എല്ലാവരും കേക്കുമായിട്ടുള്ള അംഗം അങ്ങ് ആരംഭിച്ചു. കഴിച്ച് സത്യം പറഞ്ഞാൽ ആരെയും അടുത്തു. ആരെയും കഴിക്കുന്ന നേരത്തെ താഴെ നിന്നൊരാൾ കൈയിട്ട് വാരി ആവശ്യത്തിനുള്ള കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആദ്യം ആരെയും കൊടുത്തപ്പം കഴിക്കാൻ ഭയങ്കര മടിയായിരുന്നു. അത് കഴിഞ്ഞ് പുള്ളി തനിയെ ടേസ്റ്റ് ചെയ്ത് വാരി കഴിക്കായി. ഞാൻ നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ കേക്ക് കഴിച്ചിട്ടുള്ള വിഷു ആയിരുന്നു. ആരെങ്കിലും വിഷുവിനെ ഒന്ന് ശ്രദ്ധിച്ചോണേ, കേക്ക് ബാക്കി വെക്കില്ല. രേഖ ചേച്ചി കുറച്ച് ഫുഡൊക്കെ ആയിട്ടാണ് വന്നത് കേട്ടോ. കപ്പ കുഴച്ചതും മീൻകറിയും ബീഫ് കറിയും ചപ്പാത്തിയും. പക്ഷെ ബീഫ് കറിയൊക്കെയാണ് ഒരു രക്ഷയില്ലായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലഞ്ചിൻ്റെ ടൈമായപ്പോഴേ നമ്മുടെ ചോറിങ്ങെത്തി. ചോറ് മാത്രമല്ല, ഒട്ടനവധി കറികളുണ്ടായിരുന്നു. ചോറും സലാഡും നാരങ്ങാച്ചാറുണ്ടായിരുന്നു. പിന്നെ പയറ് മെഴുക്കുവരട്ടി, സാമ്പാർ, പുളിശ്ശേരി, തോരൻ, അവിയൽ. ഇതായിരുന്നു ഇന്നത്തെ മെയിൻ ഐറ്റം. കരിമീൻ വറുത്തത്, അതിനോടൊപ്പം തന്നെ ചിക്കൻ കറി. ഇത്ര ഐറ്റമായിരുന്നു നമുക്ക്. അവിയൽ, ഇത്ര ഐറ്റമായിരുന്നു നമുക്കുണ്ടായിരുന്നത് കേട്ടോ. ഞങ്ങൾക്ക് ഇതിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് പുളിശ്ശേരി. ഈ ഡാൻസ് കളിക്കുന്നത് നമ്മുടെ ചിഞ്ചി ചേച്ചിയുടെ മോനാണ് കേട്ടോ. അവൻ നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് നിവേദ എന്നാണേ. പിന്നെ എന്ത് പ്രോഗ്രാം നടന്നാലും നമ്മുടെ മെയിൻ പരിപാടി ഈ സെൽഫി മാനിയ തന്നെയല്ലേ. അങ്ങനെ കുറേ സെൽഫിയും ഗ്രൂപ്പിയും അങ്ങനെ കുറേ ഫോട്ടോസ് ഞങ്ങൾ എടുത്തു. അങ്ങനെ വൈകിട്ട് ഒരു ചായയും പഴംപൊരിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ബൈ ബൈ പറഞ്ഞു. അപ്പോൾ ശരി, ബൈ.